ലൈംഗിക ആരോപണങ്ങൾ ദിനംപ്രതി പുറത്തു വരുന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും രാഹുലിനെ ന്യായീകരിക്കുന്ന നേതാക്കന്മാരെ ആലോചിച്ച് ലജ്ജ തോന്നുന്നുവെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആഷിഖ് കാരോട്ട്. തനിക്കറിയാവുന്ന 2 വനിതാ KSU പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചതോടെ അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോയെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് തുറന്നു പറച്ചിൽ. ഇതിന്റെ ആവശ്യമില്ല. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന 2 പെൺകുട്ടികളുണ്ട്. പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച കേസൊക്കെ പറഞ്ഞു നടന്ന പെൺപിള്ളേരൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 പേരുണ്ട് ഈ തരത്തിൽ മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ 2 പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സാധനം ഒന്നും പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി. അതിനോട് ആർക്കും സമയവുമില്ല. ജില്ലാ ഭാരവാഹികളിൽ പലർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജിന്റെ വിമർശനമുണ്ട്. ഇത്ര വൃത്തികെട്ടവനെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നത് എന്നും ചോദ്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയിൽ ഇപ്പോൾ പോലും ഈ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും വെളിയിൽ വന്നപ്പോൾ പോലും ഇതുപോലെ വൃത്തികേട് കാണിച്ചവനെയൊക്കെ പിന്താങ്ങുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെന്ന് പറയുന്നവന്മാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. ഇതിനൊന്നും ഒരു ഉളുപ്പില്ലേ? ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരാണോ നമ്മളെ നയിക്കേണ്ടത്? ഷീന മാർട്ടിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഷീന, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പിന്തുണ അറിയിക്കുന്ന, രാഹുലിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ വളരെ ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത്. എന്തിനാണ് ഈ പണിയെടുക്കുന്നതെന്ന് തുറന്നു ചോദിക്കുകയാണ് അവർ. ബിനിൽ, പണ്ടൊക്കെ രഹസ്യമായി ജില്ലാ കമ്മിറ്റിയിലെ നേതൃനിരകളിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ സൂക്ഷിച്ചിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ പരസ്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയാവുന്നത്. അതായത് ഇത്തരമൊരു വൃത്തികെട്ടവനെ എന്തിനാണ് നമ്മൾ നേതാവായി കരുതേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് ചുമക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്? അവരുടെ തന്നെ ജില്ലാ ഭാരവാഹിത്വമുള്ള 70% പേർക്കും ഇത്തരത്തിൽ 70% പെൺകുട്ടികൾക്കും ഇത്തരത്തിൽ അനുഭവങ്ങളുണ്ട്. നേതാവിൽ നിന്നും മോശം അനുഭവമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഓഡിയോകളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് 2 പേർക്ക് തന്നെ ഇതിൽ ഇത്തരത്തിൽ 2 പേരോളം KSUവിന്റെ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് പോയി എന്നും പറയുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. 4 ഭാഗത്തു നിന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വിമർശനം ഉയരുമ്പോൾ പെട്ടെന്നാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് പെട്ടെന്ന് അഡ്മിൻ ഓൺലി ആക്കി മാറ്റുന്നു. അതായത് മറ്റാർക്കും ഇനി അതിൽ ആരും അഭിപ്രായം പറയേണ്ടതില്ല, അഡ്മിന്മാർ മാത്രം ആവശ്യമുള്ള മെസ്സേജുകൾ അയച്ചാൽ മതി, മറ്റ് വിമർശനങ്ങൾ വേണ്ട എന്നുള്ള തരക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ അഡ്മിൻ ഓൺലി ആക്കി മാറ്റുന്നു. അങ്ങനെ അവർ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഗന്ധർവ ഗോപുരം ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതുവരെ മിണ്ടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല. അങ്ങനൊരു അവസ്ഥയിലൂടെ ആയിരുന്നല്ലോ നമ്മൾ കടന്നു പോയത് എന്ന് ഇപ്പോഴും വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി മാത്രമല്ല, മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന്, ഏരിയകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ബിനിൽ, ഓക്കെ, ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനം ഉയരുന്നു. രാഹുലിനെ മാത്രമല്ല, രാഹുലിനെ സംരക്ഷിച്ച് നിർത്തുന്നവരെയും ഇപ്പോഴും രാഹുലിനെ ന്യായീകരിക്കുന്നവർക്കെതിരെ പരസ്യമായ പ്രതികരണമാണ് യൂത്ത് കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളും പ്രവർത്തകരും ഉന്നയിക്കുന്നത്. ഷീനയാണ് വിവരങ്ങൾ നൽകിയത്.